ഹായ് ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ടു അനദർ വീഡിയോ. ഒരു 1 വീക്കിലെ മീൽ പ്ലാനിങ് അനുസരിച്ച് നമുക്ക് വെജീസ് എങ്ങനെ കറക്റ്റായിട്ട് ഫ്രിഡ്ജിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാം നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതിലുള്ള വെള്ളത്തിൻ്റെ കണ്ടൻ്റ് എല്ലാം ഒരു നല്ല തുണി വെച്ച് തുടച്ചെടുത്ത ശേഷമാണ് ബോക്സുകളെ ആക്കിയിട്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാറ്. ഇങ്ങനെ നമ്മൾ ഒരാഴ്ചത്തേക്കുള്ള മീൽ പ്ലാനിങ് നമ്മുടെ മനസ്സിൽ സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അനാവശ്യമായിട്ടുള്ള പർച്ചേസിങ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് പച്ചക്കറികൾ വേസ്റ്റ് ചെയ്ത് പോകുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. പച്ചമുളക് എപ്പോഴും നമ്മൾ ഞെട്ടി കളഞ്ഞ ശേഷം വേണം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കേടായി പോകും. ഇങ്ങനെ എല്ലാം വൃത്തിയാക്കി അതാത് ബോക്സുകളിൽ ഇട്ട് വയ്ക്കുന്നത് കൊണ്ട് തന്നെ ഫ്രിഡ്ജ് എപ്പോഴും നമ്മളിത് ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോന്നും നമ്മൾ നേരത്തെ തന്നെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മോർണിംഗിലുള്ള നമ്മുടെ കുക്കിംഗ് പ്രോസസ്സ് കുറച്ചും കൂടെ ഈസി ആക്കാനും കുക്കിംഗ് ടൈം നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഇപ്പോൾ ഇവിടെയുള്ളത് വൈറ്റ് കൗണ്ടർ ടോപ്പ് ആയതുകൊണ്ട് തന്നെ കിച്ചൺ ഒത്തിരി അങ്ങ് വൃത്തികേടാവാതിരിക്കാനും ഇത് എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സ്റ്റോറേജ് ബോക്സിനകത്ത് എപ്പോഴും ഒരു ടിഷ്യൂ പേപ്പർ ആദ്യം വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം അതിനകത്ത് എങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോഴും അതിനകത്ത് വെള്ളത്തിൻ്റെ അംശം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പച്ചക്കറി പെട്ടെന്ന് തന്നെ കേടായി പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടിഷ്യൂ ആദ്യം വെച്ച ശേഷം പിന്നെ വെജിറ്റബിൾസ് അതിൽ മുകളിൽ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അതുപോലെ തന്നെ കട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന പച്ചക്കറികൾ അധികവും കട്ട് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. കാരണം നമ്മൾ ഇത് ഓർഗനൈസ്ഡ് ചെയ്ത് വെക്കുക എന്നതിലുപരി നമ്മുടെ കുക്കിംഗ് പ്രോസസ്സ് കുറച്ചും കൂടി എളുപ്പമാക്കുക എന്നുള്ളതാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുക്കിംഗ് ടൈമിൽ നമുക്ക് എപ്പോഴും ആവശ്യമുള്ള കുറച്ച് ഐറ്റംസാണ് വെളുത്തുള്ളി, ഇഞ്ചി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ ഞാൻ കുറച്ച് പോർഷൻ എടുത്തിട്ട് ഇങ്ങനെ ഒരു ചെറിയ ബോക്സിനകത്താക്കി വെക്കാറാണ്. ഇന്ന് ഈ ഒരൊറ്റ ബോക്സ് നമുക്ക് ഫ്രിഡ്ജിനകത്ത് നിന്ന് എടുത്താൽ മതിയാവും. ഫ്രിഡ്ജ് എപ്പോഴും നീറ്റായിട്ടും ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കാനൊക്കെ ഇത്തരം കാര്യങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മളെ പയർ വർഗ്ഗങ്ങൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അങ്ങ് കേടായി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കണ്ടെയ്നറുകളിലാക്കിയിട്ട് നമ്മൾ പയർ വർഗ്ഗങ്ങൾ ഫ്രിഡ്ജിൽ ഫ്രീസറിനകത്ത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നാളത് കേടാകാതെ വളരെ കൃത്യമായിട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും. ഇത് ഞാൻ ആദ്യമായിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുകയും ചെയ്യാം.